ഹലോ ഫ്രണ്ട്സ്, ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആണ്. ഈ ഒരു വീട് നല്ല ഒതുക്കത്തോടെയും നല്ല ഭംഗിയോടെയും നല്ല ഭംഗിയുള്ളൊരു കളർ തീമോടെയും ചെയ്തെടുത്തിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്തായിട്ട് പൂപ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു വീടുള്ളത്. അബൂബക്കർ ഹാജറ ദമ്പതികളുടെയാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള ഒറ്റനില വീട്. വീടിനോട് ചേർന്ന് തന്നെ GI പൈപ്പും ഷീറ്റും ഉപയോഗിച്ചിട്ടൊരു പോർച്ച് നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ ഡിസൈനിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു പോർച്ച് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ കളർ കോമ്പിനേഷൻ എവർഗ്രീൻ ആയിട്ടുള്ള നല്ല ഭംഗിയിലുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റും അതുപോലെ തന്നെ ലൈറ്റ് ചിക്കു ഷെയ്ഡിലുള്ള ഒരു കളർ തീമാണ് കൊടുത്തിട്ടുള്ളത്. ഹൈലൈറ്റഡ് വർക്കുകളെല്ലാം ആ ഒരു ചിക്കു ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത്. ചുമരിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഷട്ടർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വീടിൻ്റെ ഈ ഒരു വശത്തോട്ടായിട്ട് നോക്കിക്കഴിയുമ്പോൾ ആ ഒരു വിൻഡോയുടെ ചുറ്റുഭാഗത്തും ആ ഒരു ചിക്കു ഷെയ്ഡിൽ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു വർക്കാണ്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഒറ്റ ഫില്ലറോട് കൂടിയിട്ടുള്ള ഒരു കുഞ്ഞു സിറ്റ് ഔട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഒരു ലോങ് ചെയറും കൂടെ സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയി കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ അതേ നീളത്തിലുള്ള 3 സ്റ്റെപ്പുകളോട് കൂടിയിട്ടാണ് ഇവിടേക്കുള്ള എൻട്രൻസ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പുകളിൽ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഒരു ബോർഡർ വർക്ക് പോലെ ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് വൈറ്റ് കളർ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു ക്രോസ് ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് അപ്പോക്സി കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഗ്യാപ്പുകളിലെല്ലാം. ഇവിടുത്തെ ഫ്രണ്ട് ഡോറും ആ സെയിം ചിക്കു കളർ ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത്. അതിലൊരു ജാളി വർക്കിൻ്റെ ഒരു ഡിസൈൻ കൂടി നമുക്ക് കാണാൻ കഴിയും. സിറ്റ് ഔട്ടിൻ്റെ ഈ സൈഡിലായിട്ട് ഇരിപ്പിടത്തിനടിവശത്ത് ഷൂ റാക്കെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം ചിക്കു കളർ ഷെയ്ഡിലുള്ള ഡോറുകളാണ് ആ ഒരു ഷൂ റാക്കിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സിംഗിൾ ഫില്ലറോട് കൂടിയാണ് ഈ ഒരു സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതും ആ ഒരു ചിക്കു ഷെയ്ഡ് തന്നെയാണ് അതിൻ്റെ കളർ തീമും വരുന്നത്. ഇരിപ്പിടത്തിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇവിടുത്തെ ഡോറിൽ ജാളി വർക്കെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ലൊരു സിമ്പിൾ ഡിസൈനിലുള്ള ഡോറാണ് ഫ്രണ്ട് ഡോറ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വെൽക്കം ഡോറ് കടന്ന് നമ്മൾ ചെല്ലുന്നത് ലിവിങ് ഏരിയയിലോട്ടാണ്. ഇവിടെയും സെയിം വൈറ്റ് കളർ ആണ് ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല സിമ്പിളായിട്ടും മനോഹരമായിട്ടുമാണ് ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മുകളിൽ നമുക്ക് നല്ല ഭംഗിയിലുള്ള 2 ഹാങ്ങിങ് ലൈറ്റ് കാണാൻ കഴിയും. അതുപോലെ തന്നെ ചുമരിലൊരു ഇൻബിൽറ്റ് സ്ക്വയർ ഡിസൈൻ എല്ലാം കൊടുത്തിട്ട് അതിൽ 3 ടൈപ്പിലുള്ള കളർ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വാളിൽ ചെറിയൊരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലിവിങ് ഏരിയയിൽ ഒരു കുഞ്ഞു ടീപ്പോയി കൂടി കൊടുത്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ടീപ്പോയി ആണ്. നല്ല സിമ്പിൾ ഡിസൈനിലുള്ളൊരു ടീപ്പോയി ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വാളിൽ ബോക്സ് ടൈപ്പിൽ ഇൻബിൽറ്റ് വർക്കുകളെല്ലാം കൊടുത്തിട്ട് അതിൽ കളർ ലൈറ്റുകൾ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ റെക്സിൻ മെറ്റീരിയലിലുള്ള ഒരു സോഫ സെറ്റിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡാർക്ക് കോഫി ബ്രൗൺ ആൻഡ് ഐവറി കളർ തീമാണ് കൊടുത്തിട്ടുള്ളത് സെറ്റിക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഈ ഒരു വിൻഡോയിൽ ഒരുപാട് മെഡൽസ് ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് പല കളറിൽ അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചത് കാണാനായിട്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നി. ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഹാളിലോട്ടാണ്. ഇവിടെ നല്ലൊരു ടേബിളും ചെയറുകളും എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസിൻ്റെ ആ ഒരു അറ്റത്തായിട്ട് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ഡോറെല്ലാം വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് ഒരു കോർണർ വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹോളിലും വൈറ്റ് ടൈൽ തന്നെയാണ് ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്.
നല്ല ഒതുക്കത്തിലുള്ള നല്ല ഭംഗിയിലുള്ള ഒരു ഗ്ലാസ് ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വുഡും ഗ്ലാസും ഡിസൈനാണ് ടേബിൾ ആൻഡ് ചെയറുകൾ വരുന്നത്. ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ വശത്തായിട്ട് വാളിൽ നല്ലൊരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഒരു മരത്തിൻ്റെ പെയിൻറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിലോട്ട് വരുമ്പോൾ തന്നെ ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ കണ്ണിൽ പെടുന്ന നല്ല ഭംഗിയുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. ആ ഒരു ഗ്രീൻ കളറായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വൈറ്റ് കളർ ചുമരിൽ നിന്നും പെട്ടെന്ന് അത് കാണും ഈ ഒരു ഹാളിലോട്ട് വരുന്ന സമയത്ത്. ഇവിടെ സ്റ്റെയർ കേസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റീൽ റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമുകളോട് കൂടിയാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. അതിലൊരു ബെഡ്റൂമാണിത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു സെറ്റി ഇട്ടിട്ടുണ്ട്. മറുവശത്തൊരു കട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ സീലിങ്ങിൽ നല്ല ഭംഗിയായിട്ട് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ആ കോർണറിലെല്ലാം ഓരോ ഡിസൈൻ വർക്കുകൾ വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലൂയിഷ് കളർ കൊണ്ട് ആ ഒരു സീലിങ്ങിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുമരിൻ്റെ ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു പിങ്ക് ഷെയ്ഡുള്ളൊരു കളറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. 2 വലിയ വിൻഡോസാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റൂമിൽ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ റൂമിലെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ചിക്കു കളർ ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു വാർഡ്രോബിനും കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബിനോട് ചേർന്ന് തന്നെ നല്ലൊരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡ്രസ്സിങ് ഏരിയ പോലെയാണ് ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. കോർണർ സ്റ്റാൻഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഹാളിൻ്റെ മറുവശത്തായിട്ട് മറ്റൊരു ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമുകൾക്കെല്ലാം കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറുകളാണ്. സെയിം കളർ തീമാണ്, ചിക്കു കളർ ഷെയ്ഡ് തന്നെയാണ് ഡോറുകൾക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു പാസേജ് കടന്ന് വേണം നമ്മൾ ഈ ഒരു ബെഡ്റൂമിലോട്ട് കിടക്കാനായിട്ട്. ഈ ഒരു പാസേജിലാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. സെയിം വൈറ്റ് കളർ ഫ്ലോറിങ് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. അതുപോലെ കട്ടിൽ നമുക്ക് ആ ഒരു അറ്റത്തായിട്ട് കാണാൻ കഴിയും. കട്ടിലിനോട് ചേർന്ന് തന്നെ സ്റ്റഡി ടേബിൾ പോലെ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനൊക്കെ സൗകര്യപൂർവ്വം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വശത്തായിട്ട് ചുമര് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ആഷ് കളർ കൊടുത്തിട്ടുണ്ട്. നല്ല 2 വിൻഡോസ് ഈ ഒരു ബെഡ്റൂമിലും വരുന്നുണ്ട്. ബെഡ്റൂമുകളിലെല്ലാം നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വശത്തായിട്ട് ഇവിടുത്തെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആഷ് കളറിലുള്ള ഒരു ഡ്രസ്സിങ് ഏരിയയോട് കൂടിയിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബിന് മുകളിലായിട്ട് മൊമെൻറ്റോസൊക്കെ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഉള്ള ഒരു സ്പേസിൽ ഇവരെല്ലാം സെറ്റ് ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാർഡ്രോബിനോട് ചേർന്ന് ഒരു മിറർ യൂണിറ്റും ഡ്രസ്സിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ ഈ ഒരു പാസേജിലായിട്ടാണ് ഇതിൻ്റെ ബാത്റൂം വരുന്നത്. ആ ഒരു ബാത്റൂമിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഓപ്പൺ ഷെൽഫായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 2 ബെഡ്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് കിച്ചൺ ഏരിയയാണ്. അപ്പോൾ ഇതാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത്. സെയിം കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഡോറിൽ ഒരു ഗ്ലാസ് ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഫാമിലി ഡൈനിങ് കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ടേബിളും ചെയറുകളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിങ്ങിൽ സെയിം വൈറ്റ് കളർ ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ക്രോസ് ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വശത്തോട്ടായിട്ട് ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇവിടുത്തെ ശരിക്കും വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുഡൊക്കെ കഴിക്കുന്ന ഒരു ഏരിയ ഇതായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിലാണ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു മിറർ യൂണിറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വാഷ് ബേസിനോട് ചേർന്ന് തന്നെ ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ല ഭംഗിയിൽ ഗ്ലാസ്സുകളും കപ്പുകളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ ഇവിടെ ഒരുപാട് കൗണ്ടർ ടോപ്പുകളോ റാക്കുകളോ ഒന്നും കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഉയരം കുറഞ്ഞ രീതിയിൽ ഒരു കൗണ്ടർ ടോപ്പ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇരിക്കാനൊക്കെ സൗകര്യത്തിന് ഇങ്ങനെ ഉയരം കുറച്ചാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. എന്നാൽ പോലും അതിൻ്റെ അടിയിൽ ഇവർ സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അവിടെ പ്ലേറ്റുകളെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പോലെയാണ് ഈ ഒരു ചെറിയ കൗണ്ടർ ടോപ്പ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു നല്ല ഭംഗിയായിട്ട് തോന്നി. ഇവിടെ മുകളിലും ഇവർ റാക്കുകൾ കൊടുത്തിട്ടുണ്ട്. വലിയ പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഫ്രിഡ്ജും വെച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ഏരിയയിൽ തന്നെയാണ് കേട്ടോ. ഞാൻ മുന്നേ അത് പറയാൻ വിട്ടുപോയതാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ പ്രവേശിക്കുന്നത് ഒരു വർക്കിംഗ് ഏരിയയിലോട്ടാണ്. ഇവിടെയും സ്റ്റൗവും അടുപ്പൊന്നും കൊടുത്തിട്ടില്ല, അതെല്ലാം പുറത്താണ്. എന്നാൽ പോലും ഇവിടെ സിങ്കും പാത്രങ്ങളും കൗണ്ടർ ടോപ്പും എല്ലാം കൊടുത്തിട്ട് ഒരു കിച്ചൺ പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയാണ്. ഇവിടെ നിലത്ത് വരുന്നത് ആ ഒരു ചിക്കു കളറിലുള്ള ഒരു ടൈലാണ് വരുന്നത്. ചുമരിലെല്ലാം ആ ഒരു ചിക്കു ഷെയ്ഡിൽ തന്നെയുള്ള പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ നിറയെ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനൊന്നും ഡോറുകളൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ഓപ്പൺ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് സിങ്ക് വരുന്നുണ്ട്. ഈ ഭാഗം ഫുള്ളായിട്ട് ഗ്രിൽ ഏരിയ ആയിട്ടാണ് വരുന്നത്. പുറത്തുനിന്ന് ലൈറ്റ് അടിച്ചിട്ട് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. പുറത്തുനിന്നുള്ള ലൈറ്റ് അടിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ആ ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ തട്ടൊക്കെ കൊടുത്തിട്ട് ഒരുപാട് പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഗ്രില്ലിനും ആ ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും ഗ്യാസോ അടുപ്പൊന്നും കൊടുത്തിട്ടില്ല. പാചകം ഇവർ പുറത്താണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാചകം ചെയ്യുന്ന ഒരു ഏരിയ, വിറകടുപ്പും ഗ്യാസ് ഒക്കെ വരുന്ന ഒരു ഏരിയ ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലാസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും ഇതുപോലത്തെ നല്ല ഹോം ടൂർ വീഡിയോസൊക്കെ ആയി നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്